ഇതെന്തൊരു കാറ്റാ. സുഹൃത്തെ, നിങ്ങൾ നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. സുഹൃത്തെ, ഇവിടേക്കൊന്ന് നോക്കൂ. ഞാനൊരാത്മാവാണ്. എന്തിനാ സുഹൃത്തെ നിങ്ങളിങ്ങനെ ഭയപ്പെടുന്നത്? ഒന്നുമല്ലെങ്കിലും നിങ്ങളൊരു സൈക്കാട്രിസ്റ്റ് അല്ലേ? ഭയമോ? ആർക്കെനിക്കോ? എന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് വെറുതെ. നിങ്ങളുടെ മുഖത്തെ പരിഭ്രമത്തിൽ നിന്നും എനിക്കത് അറിയാൻ കഴിയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് ഓടിക്കയറി വന്നില്ലേ? ആ വരവിന്റെ ഉദ്ദേശം തന്നെ എന്റെ സാന്നിധ്യമാണ്. ആത്മാവിന്റെ സാന്നിധ്യം കൊള്ളാം. ഒരല്പം സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടിയാണ് നഗരത്തിന്റെ കോലാഹലങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഞാൻ ഈ വീട് വാങ്ങിയതും ഇവിടേക്ക് വന്നതും. എന്നെ വിട്ടേരെ. സുഹൃത്തെ, 24 വർഷക്കാലം നിങ്ങളെപ്പോലെ ഒരാളുടെ വരവും കാത്താണ് ഞാനിവിടെ കഴിഞ്ഞത്. സഹായിക്കണം. എന്റെ കാത്തിരിപ്പിന് ഫലം കണ്ടാൽ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ശല്യമാകില്ല. ഞാൻ പറഞ്ഞില്ലേ, ഐ എം ഹെൽപ്ലെസ്. എന്നെ വിട്ടേക്ക്. നിങ്ങളെ സഹായിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. പ്ലീസ്. ഇത് കുരിശായല്ലോ. ശരിയായിരിക്കും നിങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ എൻ്റെ കഥ കേട്ടാൽ നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കും. ഷുവർ. സുഹൃത്തെ, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ അടുത്തേക്കൊന്ന് വരൂ. ഇവിടെ ഒന്നിരിക്കൂ. ഏത് നേരത്താണ് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ആ, പറഞ്ഞതുപോലേക്ക് പറയാം. ശ്രദ്ധിച്ചു കേൾക്കണം. കാല് പിടിച്ച് പറയാൻ എനിക്കൊരു രൂപമില്ല. ശരി ശരി, നിങ്ങൾ പറഞ്ഞോളൂ. ആയിരത്തി 1995 അന്നത്തെ ശാന്തി തീരത്തേക്ക് അശാന്തിയുടെ കറുത്ത തിരമാലകൾ പോലെയാണ് അവൻ കടന്നു വന്നത്. കുഞ്ഞൂസേ, അച്ഛൻ വന്നു. ഓടി വാ. ഇന്ന് രണ്ടാളും വഴക്കിടാതെ എടുത്തോണം. എന്താ താമസിച്ചത്? 2 പേര് വന്നിരുന്നു. കാണാഞ്ഞപ്പം ദേ ഇപ്പൊ പോയതേയുള്ളൂ. 1-2 പേരെ കാണാനുണ്ടായിരുന്നു. അവരോട് സംസാരിച്ചിരുന്ന സമയം പോയി. നീ ഇതാകത്തോണ്ട് വയ്ക്ക. എന്താ പിടിച്ചേ? പിടിക്ക. അതെ, ആ പൊതി സൂക്ഷിച്ചോണേ. പുതിയ പരീക്ഷണത്തിനുള്ള വകുപ്പായിരിക്കും. ആണെന്ന് കൂട്ടിക്കോ. അമ്മേ, കുഞ്ഞൂസ് എനിക്ക് തരുന്നില്ല. വെറുതെ പറയൂ അമ്മേ. ലക്ഷ്മി, കഴിക്കാനൊന്നും ആയില്ലേ? നല്ല വിശപ്പ്. റെഡിയാ. ദാ കടുക് കൂടി ഒന്ന് വറുത്തിട്ടോട്ടെ. ദേ ഇപ്പൊ എടുക്കാം. ആ, ധൃതി വെക്കണ്ട. ഓ, ഇത് കുഞ്ഞൂസ് കഴിച്ചോ? അച്ഛൻ ചോറ് കഴിച്ചോളാം. അച്ഛനെ വേണ്ടാന്ന്.
കുഞ്ഞൂസേ, നീ അച്ഛനെ ശല്യപ്പെടുത്താതെ. അച്ഛൻ ജോലി ചെയ്യുന്ന കണ്ടില്ലേ? എന്ത് പ്രാർത്ഥിച്ചു രണ്ടാളും? അച്ഛന്റെ പരീക്ഷണങ്ങൾ വിജയിക്കണേന്ന്. ആണോ? ചുമ്മാ അച്ഛാ, ഞാൻ കേട്ടില്ല. നല്ലയാളാ, എടുത്തു വെച്ച കാപ്പി പോലും കുടിച്ചില്ല. ഞാൻ കുറച്ച് തിരക്കില്ല, നീ ഒരു അകത്തോട്ടുണ്ടോ? ശരി, വാ. അച്ഛൻ വിളിക്കുമ്പോൾ രണ്ടുപേരും വന്നാൽ മതി കേട്ടോ. ശരി അച്ഛാ. അച്ഛാ, ആ സൗണ്ട് ഒന്ന് കുറയ്ക്കോ? ആ, കുറയ്ക്കാം. എൻ്റെ പരീക്ഷണങ്ങൾ എപ്പോഴും വ്യത്യസ്ത മേഖലയിലൂടെയായിരുന്നു. അതിൽ ഞാൻ 100% വിജയിക്കുകയും ചെയ്തു. അതെൻ്റെ കുടുംബത്തിൻ്റെ തന്നെ നാശത്തിന് കാരണമായി തീർന്നു. എന്താണ് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പറയാം. യാ, 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 ലാ, പണ്ട് പണ്ട് ഒരു കാട്ടിൽ വാ, ഒരു രാജാവ് ഷാ. അതിന്റെ പേര് മനു, പതുക്കെ പറ. എന്നായിരുന്നു? ലക്ഷ്മി, ആ, അമ്മേ, അച്ഛൻ വന്നു. ലക്ഷ്മി, നിനക്കറിയാലോ എൻ്റെ 6 വർഷത്തെ ത്യാഗവും കഷ്ടപ്പാടും. എന്താ ചേട്ടാ പറ. ഞാൻ കണ്ടുപിടിച്ച ഔഷധം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പരിശോധനയിൽ വിജയിച്ച റിപ്പോർട്ട് വന്നു. ഏ, നീ എന്തെങ്കിലും വീഴ്ച നോക്കുന്നേ? എടി, നമ്മൾ വിജയിച്ചു എന്ന്. സത്യമാണോ? ആ, നാളെ മഹാദേവന്റെ പേര് ഈ ലോകം മുഴുവൻ ചർച്ച ചെയ്യും. നീയും പിള്ളേരും പിന്നെ ആരാ? പിന്നെ നീ പറയാറുള്ളത് പോലെ പത്തനംതിട്ടയിലെ നിന്റെ വസ്തുവിൽ വയലിനോട് ചേർന്ന് നമ്മൾ വലിയൊരു വീട് വയ്ക്കും. നീ കണ്ടോ? ഇതൊക്കെ നടക്കുവോ ചേട്ടാ? നടക്കും. ഇത് കണ്ടോ? IML വന്ന റിപ്പോർട്ടുകളും എന്നെ ക്ഷണിച്ചുള്ള കത്തുവാ. നോക്ക്. ഈ വരുന്ന ഓഗസ്റ്റ് 15-ന് ഇന്ത്യൻ പ്രസിഡന്റാണ് ഈ മരുന്നിന്റെ വിവരം ലോകത്തോട് പറയാൻ പോകുന്നത്. ഈ മരുന്നിന്റെ ഒറിജിനൽ പതിപ്പും റിപ്പോർട്ടുകളും കൊണ്ടുപോകണം. ആണോ? പിന്നെ നാളെ തന്നെ തിരിക്കണം. അതെ, ഒറ്റയ്ക്ക് പോകാനാണോ? ഞാൻ അലക്സാണ്ടറിനെ കൂട്ടെന്ന് കരുതിയതാ, പക്ഷെ അവൻ മധുരയ്ക്കോടെ പോയിരിക്കുക. അപ്പോൾ കൊണ്ടുപോകാനുള്ളതെല്ലാം ഇന്നേ ഒരുക്കി വെക്കണമല്ലോ. അതെ. സാറേ 10 ലിറ്റർ പെട്രോളേ കിട്ടിയുള്ളൂ, ബാക്കി പോകുന്ന വഴിക്ക് അടിച്ചു. ശരി, ഓക്കെ, ആയിക്കോട്ടെ. ഈ താക്കോല് വെച്ചേര്. അതെ, സമയത്തിന് ഭക്ഷണം കഴിക്കണേ. അച്ഛൻ വരുന്നവരെ രണ്ടുപേരും വഴക്കുണ്ടാകല്ലേ കേട്ടോ. ശരി, ശരി. പോയി വരും. പോയിട്ടില്ല. ഓ, പോട്ടെ.
ആഹാ ഇങ്ങോട്ട് വന്നേടാ. നീ ഇത് എവിടെ പോന്നു? നീ മധുരയ്ക്ക് പോകുന്നൊന്നും പോയില്ലേ? കൊട്ടാരക്കരയിൽ ആൻറ്റി മരിച്ച് അടക്കം കഴിഞ്ഞിട്ടുള്ള വരവാ. അപ്പോൾ പ്രിയ മോളും അവരവിടെ തങ്ങി 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. എന്നൊരു കാര്യം ചെയ്യ്, നീ എൻ്റെ കൂടെ കുടിക്കോ, ഞാൻ ചെന്നൈക്ക് പോവാ. എന്താ എടുപിടിയുന്നൊരു യാത്ര? അതൊക്കെയുണ്ട്. നീ വാ, നീ ആ വണ്ടി ആ വീട്ടോട്ട് വെച്ചിട്ട് വാ. ഈ കോലത്തിലും സാരമില്ല, നീ വാ, നമുക്ക് നോക്കാം. പെട്ടെന്ന് വാ. എന്നാ വണ്ടി അങ്ങോട്ട് വെച്ചിട്ട് ആ. നിക്ക്, എന്താ പെട്ടെന്നുള്ള യാത്രയുടെ ഉദ്ദേശം? അലക്സേ, നിന്റെ കയ്യിലുള്ള ഈ സഞ്ചിക്കകത്ത് നാളെ ലോകം തന്നെ ചർച്ച ചെയ്യാൻ പോകുന്ന വിശിഷ്ട മൂല്യമുള്ളൊരു ഔഷധമാണുള്ളത്. അതെന്താ, നീ വല്ല പുതിയ ബ്രാൻഡ് കണ്ടുപിടിച്ചോ? തമാശയല്ലടാ, എൻ്റെ എത്രയോ വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണെന്നറിയാമോ നിന്റെ കയ്യിലുള്ള കൊപ്പിലുള്ളത്. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് നമ്മുടെ സ്കിൻ 30ാമത്തെ വയസ്സിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ 50-ലും 60-ലും 70-ലുമൊക്കെ പഴയതുപോലെ നിലനിർത്താൻ പറ്റുന്ന ഒരു മാജിക്കൽ പവറുള്ള മരുന്നാണ് ഇതിനകത്തുള്ളത്. എന്ന് വെച്ചാൽ? ചുരുക്കി പറഞ്ഞാൽ നശിക്കുന്നതും പഴയതുമായ സ്കിൻ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ള മെലനോസൈറ്റ്സ് ഇതിലടങ്ങിയിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് ഇതിൻ്റെ സാമ്പിൾ ഞാൻ ചെന്നൈയിലേക്ക് അയച്ചു കൊടുത്തിരുന്നു. കുറച്ചു ദിവസം മുമ്പ് വരെ ഇതിൻ്റെ പരീക്ഷണം ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. എടാ, വന്ന റിസൾട്ട് 100% സക്സസ് ആയിരുന്നു. ഈ വരുന്ന ഓഗസ്റ്റ് 15, അതായത് മറ്റന്നാളിൽ, ഇന്ത്യൻ പ്രസിഡന്റ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന കൂട്ടത്തിൽ ഈ അപൂർവ മരുന്നിൻ്റെ പേര് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയും. അതിനു മുമ്പ് ഈ ഒറിജിനൽ മരുന്നും എല്ലാ രേഖകളും അവിടെ സബ്മിറ്റ് ചെയ്യണം. എടാ, ഇതൊക്കെ ശരിക്കും സത്യമാണോ? അതേടാ, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നത് ഇതായിരിക്കും. തന്നെയുമല്ല, എടാ, ഇന്ത്യക്ക് പുറമെ ഒരുപാട് രാജ്യങ്ങൾ ഇതിൻ്റെ വിതരണാവകാശം ഏറ്റെടുക്കാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. മഹാദേവ, സോ യു ആർ എ ജീനിയസ്. നാളെ ലോക ചരിത്രത്തിൽ മഹാദേവൻ്റെ പേര് സയൻറ്റിസ്റ്റ് മഹാദേവൻ എന്ന് എഴുതി ചേർക്കപ്പെടും. എല്ലാം ഒരു സ്വപ്നം പോലെ. ഇതെന്താടാ കത്തിയൊക്കെ ആയിട്ട്? ഒറ്റയ്ക്കുള്ള യാത്രയല്ലേ, ഒരു മുൻകരുതലിന്. മുൻകരുതലായിട്ട് ഇത് മാത്രമേ ഉള്ളൂ? വഴിയിൽ പെട്ടുപോയിരിക്കാൻ ഒരു 10 ലിറ്റർ പെട്രോൾ ഡിക്കിയിലുണ്ട്. അപ്പൊ കരുതിക്കുട്ടിയാണ്. പിന്നല്ലാതെ. ശരി ശരി, വിട് വിട്. മഹാദേവ, എനിക്ക് നിന്നെ കുറിച്ച് ഓർത്ത് അസൂയ തോന്നുന്നതാണ്. ഈ ബുദ്ധിയൊന്നും എനിക്ക് തോന്നിയില്ലല്ലോ. അലക്സേ, ഓരോരുത്തരുടെയും ചിന്തകളും കാഴ്ചപ്പാടും ഓരോ രീതിയിലല്ലടാ. അതെ അതെ. സുഹൃത്തെ, കുറേ നേരമായി നിങ്ങൾക്ക് ഫോൺ വരുന്നുണ്ടല്ലോ. നിങ്ങളതൊന്ന് എടുക്കൂ, എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. ഹലോ സർ, ആ പേഷ്യന്റിന്റെ നില അല്പം വഷളാണ്. അതെയോ? അതെ ആഹാ, അരവിന്ദ് ഡോക്ടർ ഇല്ലയോ അവിടെ? സർ, ഡോക്ടർ ഇതുവരെ എത്തിയില്ല. ആ, ഓക്കെ ഓക്കെ, ഞാൻ ദേ എത്തി. ഓക്കെ സർ. താനിപ്പോൾ ഒരു കുറ്റവാളിയാ. യാതൊരുവിധ ദയ താൻ പ്രതീക്ഷിക്കാൻ. ഇവിടെ കിടന്ന് നരകിച്ച് ചാകുന്നതിലും ഭേദം കുറ്റം അങ്ങ് സമ്മതിച്ചേര്. നിനക്ക് പറഞ്ഞ മനസ്സിലാകില്ല അല്ലടാ. പിന്നെന്താടാ പറഞ്ഞത് ഞാൻ പൊന്നെ? എന്താ ജോണേ ഈ പാതിരാത്രിയിൽ എന്തു പറ്റി? അച്ചോ, ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയല്ല അച്ചോ. മനുഷ്യനായാൽ മാനസിക പ്രശ്നങ്ങൾ സാധാരണമാണ്. അത് നേരിടാൻ നമ്മൾ തയ്യാറാകണം. ഇതങ്ങനെയല്ല അച്ചോ. എന്തു തന്നെയായാലും അതിനുള്ള പരിഹാരമുണ്ട്. താനതിൽ എത്രാളപ്പെടാതെ സമാധാനപ്പെടും. ആട്ടെ, എന്താണ് തന്റെ പ്രശ്നം?
മനസ്സിലാകുന്നുണ്ട് ജോണേ. നീ രാവിലെ മേടയിലേക്കൊന്ന് വരൂ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി അച്ചോ. എന്താ സുഹൃത്തെ, ഉറക്കമില്ലേ? അതോ വല്ല ദുസ്വപ്നവും കണ്ടോ? പിന്നീട് എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞിരുന്നില്ലേ, ആ ഔഷധത്തിൻ്റെ കണ്ടുപിടുത്തമാണ് എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത്. യാഥാർത്ഥ്യം എന്താണെന്ന് എൻ്റെ കുടുംബത്തിന് അറിയില്ലായിരിക്കാം. 24 വർഷത്തെ എൻ്റെ കാത്തിരിപ്പിന് ഒരവസാനം ഉണ്ടാകണമെങ്കിൽ എൻ്റെ ഭാര്യയും മക്കളുമെങ്കിലും ഈ സത്യാവസ്ഥ അറിയണം. മനുഷ്യരുടെ വിചാരം ആത്മാക്കൾക്കെല്ലാം കാണാനും അറിയാനും കഴിയുന്നുണ്ടെന്നാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇതൊന്നും തന്നെ സാധ്യമാകുന്നില്ല. ആരോ എന്നെ ബന്ധിച്ചിരിക്കുന്നത് പോലെ. പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എൻ്റെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കണം. അവരെവിടെയാണെന്ന് കണ്ടെത്തണം. എല്ലാ കാര്യങ്ങളും എന്നോട് വന്ന് പറയണം. ഗതി കിട്ടാതെ കിടക്കുന്ന ഒരു ആത്മാവിൻ്റെ അപേക്ഷയായി കണ്ട് സഹായിക്കണം. ഞാൻ ശ്രമിക്കാം. പറയൂ, പിന്നെന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജോണേ, നീ ഇന്നലെ വിളിച്ചതിന് ശേഷം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റും, പക്ഷേ മറ്റുള്ളവർക്ക് ഇതൊക്കെ അവിശ്വസനീയമായിരിക്കും. അച്ചോ, ഞാനിപ്പോൾ കടുത്ത മാനസിക പിരിമുറുക്കം നേരിട്ടോണ്ടിരിക്കുക. ജോണേ, നിന്റെ അതേ അവസ്ഥയാണ് ഇപ്പോൾ എനിക്കും. ഒരു കാര്യം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മഹാദേവന്റെ ആത്മാവിന് മോശം കിട്ടാൻ ജോൺ എന്ന സൈക്കാട്രിസ്റ്റിന്റെ സാന്നിധ്യം കൂടിയേ തീരൂ. അതൊരു നിയോഗമാണ്. അതുകൊണ്ടാണ് താൻ ആ വീട് വാങ്ങുവാനും അവിടെ എത്തുവാനും കാരണം. അപ്പൊ അച്ഛൻ പറഞ്ഞു വരുന്നത്, മോശം കിട്ടാതെ കിടന്ന ഒരു ആത്മാവിന് തന്നിലൂടെ ഒരു പ്രതീക്ഷ നൽകിയിരിക്കുകയാണ്. ഇനി അതിൽ നിന്ന് പിന്മാറുന്നത് അത്ര ഉചിതമായിരിക്കില്ല. അപ്പൊ അതിൽ നിന്നൊരു മോചനം ഇല്ല അച്ഛോ? അത് ആ ആത്മാവ് തന്നെ പറഞ്ഞില്ലേ, ഈ നിയോഗത്തിൽ തനിക്ക് വേണ്ട വിജയം കൈവരിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. പറയൂ, എന്താണ് ഇനി അടുത്ത തീരുമാനം? മഹാദേവന്റെ മകനെ ഇന്ന് തന്നെ കാണണം. എൻ്റെ മനസ്സിൽ ചില പദ്ധതികളുണ്ട്. എല്ലാം ഭംഗിയായി നടക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയൊപ്പമുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും വിളിക്കാം. എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്തു തരാം. ഗോഡ് ബ്ലെസ് യു. ശരി അച്ഛോ. ജോണേ, ഒന്ന് നിന്നേ. നിന്റെ കൂടെ കൂടിയിരിക്കുന്നത് ഒരു ദുരാത്മാവൊന്നുമല്ല. കുടുംബസ്നേഹിയും സർവോപരി നിഷ്കളങ്കനുമായ ഒരു സാധാരണ മനുഷ്യന്റെ ആത്മാവാണ്. അതിന്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തേരെ ജോണേ. യെസ്, ജോൺ ബി സാമുവൽ. ആരാണ്? ഞാൻ CI മോഹൻദാസ് സാർ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഓ ഓ ഓ, താങ്കൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു. മനു അല്ലേ? അതെ. യെസ്, ഞാൻ പറഞ്ഞിരുന്നു. തന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. താങ്കളിപ്പോൾ എവിടെയുണ്ട്? എന്താണ് കാര്യം? എടോ മനു, അത് നേരിൽ കണ്ട് പറയാം. താൻ എവിടെയുണ്ട് ഇപ്പോൾ? ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ പന്തളം അയ്യപ്പ ക്ഷേത്രത്തിന് സമീപത്തുള്ള പാലത്തിനടുത്തുണ്ട്. ഓക്കെ, ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ്. താൻ എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണേ. മനു അല്ലേ? അതെ. ഐ ആം ജോൺ ബി സാമുവൽ. മനസ്സിലായി. മനു അധികം വളച്ചു കിട്ടി വെറുതെ തൻ്റെ സമയം കളയുന്നില്ല.
അതായത് 1995 ഓഗസ്റ്റ് 13-ാം തീയതി തൻ്റെ അച്ഛൻ മരണപ്പെടുന്നു. വെറും ഒരു മരണമല്ല, ഇറ്റ് വാസ് എ പ്ലാൻഡ് മർഡർ. എനിക്കറിയേണ്ടത് മറ്റൊന്നുമല്ല, ആ കേസ് എന്തായി? തൻ്റെ കുടുംബത്തിന് നീതി കിട്ടിയോ? ഇതൊക്കെ താങ്കൾക്ക് എങ്ങനെ അറിയാം? തൻ്റെ അച്ഛൻ മഹാദേവന്റെ ഏറ്റവും അടുത്ത സുഹൃത്താന്ന് കരുതിക്കും. ഇങ്ങനെയൊരു സുഹൃത്തിനെ പറ്റി ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പോലീസാണോ? സൈക്കാട്രിസ്റ്റ്. കേസ് പുനരന്വേഷിക്കാൻ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും കേസ് എങ്ങും എത്തിയില്ല, അതാണ് ശരി. എനിക്ക് ഏകദേശം 10-12 വയസ്സായപ്പോൾ മുതൽ ഞാനും എൻ്റെ കുടുംബം കാണാത്ത പോലീസ് ഓഫീസേഴ്സില്ല, വക്കീലന്മാരില്ല. നിങ്ങൾ ചോദിച്ച ഈ ചോദ്യം പലരും പലവട്ടം ചോദിച്ചതാണ്. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെ കണ്ണിൽ പൊടിയിട്ട് കുറ്റവാളി എല്ലായ്പ്പോഴും നടക്കുന്നുണ്ടാവും. എൻ്റെ അച്ഛനെ കൊന്നിട്ട് അവരെന്താണ് നേടിയത്? താങ്കൾ എൻ്റെ അച്ഛനെ സുഹൃത്താണെന്നല്ലേ പറഞ്ഞത്? താങ്കൾക്ക് എന്തെങ്കിലും അറിയാമോ? എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. തനിക്കും തൻ്റെ കുടുംബത്തിന് കിട്ടാത്ത നീതി ഞാൻ സാധ്യമാക്കി തരും. അതിന് മനുവിൻ്റെ സഹായം കൂടി വേണം. എന്നെ വിശ്വസിക്കണം. മറ്റൊന്നും ഇപ്പോഴെന്നോട് ചോദിക്കരുത്. ഈ വരുന്ന 23 മന്യയുടെ പിറന്നാൾ നമ്മൾ അതിഗംഭീരമായി ആഘോഷിക്കും. മനു ചെയ്യേണ്ടത് ഇത്ര മാത്രം: മനുവിൻ്റെ ബന്ധുക്കൾ, അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, പിന്നെ മനുവിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരെയും നീ തന്നെ ചെന്ന് നേരിട്ട് വിളിക്കണം. ആരെയും വിട്ടുപോകരുത്. ഇതൊരു പരീക്ഷണമാണ്. തൻ്റെ സഹായം കൂടിയേ തീരൂ. നമുക്ക് ജയിക്കണം. ഒരിക്കൽ കൂടി നിങ്ങൾ പറഞ്ഞ പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഒരിക്കൽ കൂടി ഞാൻ മനുവിനെ വിളിക്കാം. ഓക്കെ. ഓക്കെ. പിന്നെ നമ്മൾ തമ്മിൽ കണ്ട കാര്യം മറ്റാരും അറിയരുത്. ഷുവർ. സുഹൃത്തെ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. കണ്ടോ എൻ്റെ ലക്ഷ്മി മക്കളെയും? ഒന്ന് പറയൂ. മകനെ കണ്ടു, ഒരുപാട് സംസാരിച്ചു. അവനൊരു മോഡലിംഗ് കമ്പനിയിലാണ് ജോലി. മകൾ മന്യ ആയുർവേദത്തിൽ റിസർച്ച് നടത്തുന്നു. പിന്നെ ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് മനസ്സിന്റെ സമനില തെറ്റും. അതൊഴിച്ചാൽ തൻ്റെ കുടുംബത്തിന് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. സുഹൃത്തെ, എങ്ങനെയാണോ ഞാൻ നിങ്ങളോട് നന്ദി പറയേണ്ടത്? എന്ത് പ്രത്യുപകാരമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? എനിക്കൊന്നും കഴിയുന്നില്ലല്ലോ. മക്കളെ കൊഞ്ചിച്ചും അവരുടെ വളർച്ച കണ്ട് കൊതി തീരാതെ ശരീരം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നൊരു ഹതഭാഗ്യനാണ് ഞാൻ. എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി എനിക്ക് വിശ്രമിക്കാൻ സമയമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അരികിൽ നിന്നും അകന്നു പോയൊരു ആദ്യ വസന്ത സന്ധ്യകളെ, തിരികെ എത്താത്ത ഓർമ്മകൾ പേറി നീ തിരിഞ്ഞു നിൽക്കുന്നതെന്തിനു വെറുതെ? തിരിഞ്ഞു നിൽക്കുന്നതെന്തിനു വെറുതെ? അരികിൽ അരികിൽ എന്നരികിൽ അരികിൽ അരികിൽ എന്നരികിൽ. കുഞ്ഞൂസേ, നല്ല പോലെ പഠിച്ചാലേ നല്ല നല്ല ജോലികൾ കിട്ടത്തുള്ളൂ. കേട്ടല്ലോ? എനിക്ക് അച്ഛനെ പോലെ വലിയൊരു ഡോക്ടർ ആയാൽ മതി. ലക്ഷ്മി,
അവളിൽ ഞാനൊരു ഡോക്ടറെ കാണുന്നുണ്ട്. നീയായിട്ട് അവിടെ ഭാവി നശിപ്പിക്കല്ലേ. ഓ, ഒരച്ഛനും മോളും. മോനിങ്ങ് വാടാ, നിന്നെ ഞാൻ പഠിപ്പിക്കാം. നീർമണി മുത്തുകൾ മാനം വിതറിയ നാലുകെട്ടിൽ മൗനം മൂടി നിന്നു. നീർമണി മുത്തുകൾ മാനം വിതറിയ നാലുകെട്ടിൽ മൗനം മൂടി നിന്നു. മണിക്കിലുക്കം ഇല്ല, കാറ്റിൻ കുളിരില്ല, മൗനം പടിപ്പുര താണ്ടിങ് അരികിലെത്തി. അരികിലെത്തി. അരികിൽ അരികിൽ എന്നരികിൽ. ആഹാ, ഇതെന്താ പതിവില്ലാതെ ഒരു കർഷക വേഷം? നിനക്കല്ലായിരുന്ന പരാതി ഞാൻ വീട്ടുകാർക്കുള്ള ഓ, നോക്കുന്നില്ലെന്ന്. അതങ്ങ് തീർത്തേക്കാന്ന് കരുതി. ഇതേ ലക്ഷ്മി, ഒരു ചായ എടുത്തേക്കണേ. ആ. വിട ചൊല്ലാനുള്ള വാക്കുകൾ വിതുമ്പിനി വിട പറയുന്നു എന്നരികിൽ നിന്നും. വിട ചൊല്ലാനുള്ള വാക്കുകൾ വിതുമ്പിനി വിട പറയുന്നു എന്നരികിൽ നിന്നും. പറയുവാനാകാതെ വാക്കുകൾ തികയാതെ പടിപ്പുര താണ്ടി നിങ്ങൾ യാത്രയായി. എന്നെ തനിച്ചാക്കി നിങ്ങളിന്ന് യാത്രയായി. അരികിൽ അരികിൽ എന്നരികിൽ. ഏട്ടാ, എന്തിന്റെ പേരിലാ ഈ ആൾക്കാരും ആഘോഷവും ഒക്കെ? അച്ഛനില്ലാതെ നമ്മൾ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടോ? എനിക്കിതൊന്നും ഇഷ്ടമില്ല, നേട്ടന് അറിഞ്ഞൂടെ. പിന്നെ എന്താ ഏട്ടാ ഇതൊക്കെ? മോളെ, ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇതൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ നിൽക്കുന്നവരിൽ നിനക്കറിയാത്ത ആൾക്കാരുണ്ട്, എൻ്റെയും അച്ഛൻ്റെയൊക്കെ സുഹൃത്തുക്കൾ. പിന്നെ കൂടുതലൊന്നും എന്നോടിപ്പോൾ ചോദിക്കരുത്. സമയമാകുമ്പോൾ ഒക്കെ നിനക്ക് മനസ്സിലാവും. അതോടെയല്ലേ സാർ കണ്ടില്ലേ? ഇവിടെ ഇതിനോടൊന്നും ആർക്കും താല്പര്യമില്ല. ഞങ്ങൾ ഇതിലൊന്നും സന്തോഷം കണ്ടെത്തുന്നുമില്ല. പിന്നെ നിങ്ങളുടെ നിർബന്ധത്തിന് ഇതല്ല. മനു, ജോൺ അതിസമർത്ഥനാണ്. ഒന്നും കാണാതെ അയാളൊന്നും ചെയ്യില്ല. പിന്നെ ഇതെല്ലാം ഒരു അവസാനഘട്ട പരീക്ഷണമാണ്. ഹായ്. ഹായ്. അതോടെയല്ലേ? അതോടെ കുറ്റവാളി നമ്മുടെ ഇടയിൽ തന്നെ കാണും. എന്താ സി എസ് സാറേ, താങ്കൾക്ക് ക്ഷണമുണ്ടോ? മനു എന്റെ സുഹൃത്താണ്. ഓ, അത് ശരി. സാർ വൈഫിനെ കൂട്ടിയില്ലേ? ഓ, അവൾക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അങ്ങനെ യാത്രകളൊന്നും പോകാറില്ല. മനുവേട്ടാ, മഞ്ഞ ഇവിടെ. അവൾ അകത്തുണ്ട് മോളെ.
അച്ചോ അച്ചോ, എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ, ശരീരമാകെ തളർന്ന പോലെ. താൻ എന്തിനാടോ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നമുക്ക് കാത്തിരിക്കാം. ചെയ്തു. പിന്നൊരു കാര്യം, നമ്മുടെ ശ്രദ്ധ ഇവിടെ തന്നെ വേണം. പാർക്കിംഗ് ഏരിയ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ സാർ, ഞാൻ ശ്രദ്ധിച്ചു. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ സാർ. ദിവ്യ മാഡം ആണല്ലോ. ഹലോ മാഡം. വാട്ട്സ് ഗോയിങ് ഓൺ? ഇതുവരെ സംശയാസ്പദമായി ഒന്നും തന്നെയില്ല മാഡം. ഓക്കെ ഓക്കെ. കീപ് വാച്ചിങ് ഓൺ എവറി സസ്പീഷ്യസ് ഹാപ്പനിങ് ആൻഡ് പ്ലീസ് അപ്ഡേറ്റ് മീ. ഓക്കെ, ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ മാഡം. മനുവേ, ആൾക്കാരൊക്കെ ഇന്ന് മുഷിയുന്നു. ഒന്ന് തുടങ്ങിക്കൂടായോ? അതോ ഇനി ആരെങ്കിലും വരാനുണ്ടോ? ആ, തുടങ്ങാം മാമ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആഹാ, തുടങ്ങാം. ആ, നമുക്കെന്താ പിന്നെ ആരംഭിക്കാം? ആ, എല്ലാരും വെയിറ്റ് ചെയ്യുമല്ലേ? ആ, അതെന്തായാലും കാര്യമായി. Happy birthday to you. 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 അലക്സാണ്ടർ അങ്കിൾ ഇങ്ങ് വന്നേ. അച്ചോ, അലക്സ. മന്യ, വേണ്ട, ഇയാൾ ഇതിന് അർഹനല്ല. നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? ഹു ആർ യു? നിങ്ങൾ ആരാണ്? നിക്ക്. എന്നെ അവമാനിക്കാൻ വിളിച്ചതാണോ ഇവിടെ? ഞാൻ ആരാണെന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല മിസ്റ്റർ അലക്സാണ്ടർ. നിങ്ങളെ ഞാൻ ഇവിടെ എത്തിച്ചുവെങ്കിൽ അതിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. അതെനിക്കറിയാം. ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങളെന്ന്. നിങ്ങൾ ആരാ? എന്ത് തോന്നിയ ദിവസവും പറയാമെന്നാണോ? മനു, മനു, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇയാളെ പിടിച്ച് പുറത്താക്ക്. ഇത് എനിക്ക് തോന്നുന്നത് എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് മനഃപൂർവ്വം എന്നെ അവമാനിക്കാൻ വിളിച്ചു വരുത്തിയതാണെന്ന്. അതും പതിവില്ലാത്ത ഒരു ബർത്ത്ഡേ. മനു, ആരും വരില്ല അലക്സാണ്ടർ. ഇനിയും ഞാൻ പറയുന്നത് കേട്ട് ആരും ഞെട്ടരുത്. 1995 ഓഗസ്റ്റ് 13 നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മിസ്റ്റർ അലക്സാണ്ടർ? എങ്ങനെ മറക്കുമല്ലേ? എന്നെ വെറുതെ വിട്ടു അലക്സ്. ഞാൻ ആരോടും ഒന്നും പറയില്ല. എൻ്റെ ഭാര്യയും മക്കളും എന്നെ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല. അലക്സ പ്ലീസ്, എന്നെ കൊല്ലല്ലേ. അലക്സേ, ഒന്ന് പോയിക്കുന്നോ? ഇപ്പൊ വേണ്ട. അലക്സേ, 3 ദിവസത്തെ യാത്ര ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ നാട് നമ്മളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നുണ്ടാവും, അല്ലടാ? അതെ. ഈ ഒരു ഔഷധത്തോടുകൂടി എൻ്റെ പരീക്ഷണം അവസാനിക്കുന്നില്ല. ഒട്ടും താമസിക്കാതെ മറ്റൊരു മരുന്നുകൂടി ആ ലോകത്തിന് സംഭാവന ചെയ്യും. അതെന്ത് മരുന്ന്? മനുഷ്യകുലത്തിൽ നിന്നും അർബുദത്തെ പാടെ തുടച്ചിക്കാൻ കഴിയുന്ന ഒരു ഔഷധം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ സാമ്പിൾ വെച്ചിട്ടുണ്ട്. റിസൾട്ടിന് വേണ്ടി ഞാൻ വെയിറ്റിങ്ങില്ല. അതിലും എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടടാ. മഹാദേവ, നിന്നേക്കാൾ സീനിയർ ഡോക്ടർ അല്ലടാ ഞാൻ. നാളെ ലോകത്തിന് മുന്നിൽ നീ വിജയിച്ച് നിൽക്കുമ്പോൾ എൻ്റെ സ്ഥാനം എന്താകുമടാ? എൻ്റെ പേഷ്യൻസിൻ്റെ മുന്നിൽ പോലും ഞാൻ ഇത്രയും നാൾ ഉണ്ടാക്കിയ ഇമേജുകൾ മൊത്തം നഷ്ടപ്പെടും. ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ലടാ. നിനക്കും അഭിമാനിക്കുന്ന കാര്യമല്ലേ ഇത്? ആ അഭിമാനം എനിക്ക് വേണ്ട മഹാദേവ. അലക്സേ, അലക്സേ, അലക്സേ,
അലക്സേ, എന്നെ വെറുതെ വിട്ടേക്കടാ. അലക്സേ, എന്നെ രക്ഷിക്കടാ. എല്ലാം നീ എടുത്തോ. എന്റെ ഭാര്യയും മക്കളും അവരൊറ്റയ്ക്കാവും. അവർക്ക് ഞാനല്ല വേറെ ആരുമില്ലടാ. പ്ലീസ് എന്നെ രക്ഷിക്ക്. അലക്സേ, 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 എന്നെ വിട്ടേരടാ. അലക്സേ, 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 എന്നെ വിട്ടേരെ. ആ മരുന്നും കൊണ്ട് ഒരിക്കലും നീ രക്ഷപ്പെടില്ല. അതിന്റെ സർവ്വരേഖകൾ എന്നോടൊപ്പം ഉണ്ട്. അലക്സേ, 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 വേണ്ട. അലക്സേ, അലക്സേ, വേണ്ട, വേണ്ട, നീ ചെയ്യല്ലേ. അലക്സേ, നീ ചെയ്യല്ലേ. അലക്സേ, അലക്സേ, നീ ഇത് ചെയ്യല്ലേ. ഈ കുടുംബത്തിന്റെ താങ്ങും തണലും പ്രതീക്ഷയുമായിരുന്ന ഒരു പാപം മനുഷ്യനെ വനമധ്യയിട്ട് അഗ്നിക്കിരയാക്കിയിട്ട് താൻ എന്ത് നേടി? ക്രിമിനൽ അല്ലേടാ താൻ. ഇത്രയും നാളും എല്ലാവരെയും കബളിപ്പിച്ച് നടന്ന കൊടു ക്രിമിനൽ, പോലീസ് തരയുന്ന കുറ്റവാളി. മഹാദേവൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും പ്രതീക്ഷകൾക്കും താൻ ഒരല്പം വില കൽപ്പിച്ചോ? തകർത്ത് കളഞ്ഞില്ലേടോ ആ കുടുംബത്തിന്റെ സന്തോഷം? പ്ലീസ് ഒന്ന് നിർത്തൂ. ശരിയാണോടോ ഞാൻ ഈ കേൾക്കുന്നത്? കൊന്നുകളഞ്ഞു, കത്തിച്ചു കളഞ്ഞു ഈ മഹാപാപി. ഇവനെ വെറുതെ വിടരുത്, ദ്രോഹി. ആരും ഈ ക്രിമിനൽ? എനിക്കിനി നിങ്ങളെ കാണണ്ട. എനിക്കൊരബദ്ധം പറ്റിപ്പോയി, ഒരബദ്ധം പറ്റിപ്പോയി, ഒരബദ്ധം പറ്റിപ്പോയി. മനു, ഞാൻ തന്ന വാക്ക് പാലിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. ഞാൻ ഇറങ്ങുന്നു. മനുവേ, എന്തുകൊണ്ടാ മോനെ പ്രശ്നം? ഇറങ്ങി പോകുന്നു. ശരി. Bastard!
സുഹൃത്തെ, ഇത്രയും ദിവസം നിങ്ങൾ പറഞ്ഞ കഥ ഞാൻ കേട്ടു. ഇനി ഞാനൊരു കഥ പറയട്ടെ. അതായത് 2019 മെയ് മാസം 23-ാം തീയതി. സുഹൃത്തെ, നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ എന്തെയൊന്നും മിണ്ടാത്തത്? ഹലോ, എൻ്റെ കാത്തിരിപ്പിന് ഫലം കണ്ടാൽ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ശല്യമാകില്ല. തിരയടങ്ങും മുൻപ് തിരിതാഴും മുൻപ് അകലുകയായിരുന്നു ഞാനിന്നകലുകയായിരുന്നു. സ്വപ്നമേ നീ സാക്ഷിയായിരുന്നു, എന്റെ ദുഃഖത്തിൽ നീ മാത്രമായിരുന്നു. എന്റെ ഓർമ്മകൾ അന്യമായി പോയിരുന്നു, ഓർമ്മകൾ അന്യമായി പോയിരുന്നു. മിസ്റ്റർ ജോൺ വി സാമുവൽ, ഇത് നിങ്ങളുടെ ജന്മനിയോഗമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലെപ്പോഴോ ഉത്തരം കിട്ടാതെ മൺമറഞ്ഞുപോയൊരു കഥയുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്വസ്ഥമായി വിശ്രമിക്കാം. സ്നേഹപൂർവം.